ഇതാണ് ബീച്ച്. അത് ആവശ്യമുണ്ട്. അതല്ലേ ഈ MSCയുടെ കപ്പലൊക്കെ മുങ്ങിപ്പോയത്. വെയിറ്റ് ഡിക്ലറേഷൻ ഇല്ലെങ്കിൽ കപ്പലിൻ്റെ കപ്പാസിറ്റീനെ ബാധിക്കും. പ്ലാനിങ് എല്ലാം തെറ്റും. കാരണം വെയിറ്റ് അവർക്ക് എക്സീഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് ലോഡിങ് നിർത്തും. പണ്ട് കണ്ടെയ്നേഴ്സിന്റെ കണ്ടെയ്നർ നമ്പർ വെച്ച് ലോഡ് ചെയ്യായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, വെയിറ്റ് എക്സീഡ് ചെയ്ത് അപ്പോൾ ലോഡിങ് നിർത്തും. ഷിപ്പേഴ്സ് കൊടുക്കുന്നതൊക്കെ കൃത്യമാണ്. കാരണം അവർക്കറിയാലോ വെയിറ്റ്, അവർക്കും ഈ വെയിറ്റ് ഉള്ളതുകൊണ്ടല്ലേ പാർട്ടിയുടെ നിന്ന് പേയ്മെന്റ് ഒക്കെ മേടിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ശരിക്കും 22 ടൺ സാധനമുള്ളൂ, അല്ല 28 കയറ്റി, 22 മാക്സിമം കയറ്റിയിട്ട് അവർക്ക് അതിലോട്ട് 27 കാണിക്കാൻ പറ്റും. കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഫൈൻ വരും. ഇവർക്കും ഇപ്പൊ നമ്മൾ പേയ്മെന്റ് കൊടുക്കുകയല്ലേ. പേയ്മെന്റ് അല്ലല്ല, പേയ്മെന്റ് നമ്മൾ പേയ്മെന്റ് ആണ് കൊടുക്കുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ ഇൻ കേസ് ഇങ്ങനെ ലോഡ് കൂടുതൽ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ എവിടെയെങ്കിലും പോർട്ടിൽ പേയ്മെന്റ് പ്രശ്നം വരും. ഇതൊക്കെ ഒരു നല്ലൊരു മെക്കാനിസം ആണല്ലോ പോണത്. പേയ്മെന്റ് പ്രശ്നം നല്ല ഫൈൻ അടിച്ചു കൊടുക്കും. പിന്നെ ഇപ്പൊ നമ്മൾ ബുക്കിംഗ് എടുക്കുമ്പോൾ തന്നെ അവർ പറയും ഇത്ര ലോഡായിട്ട് കയറ്റാൻ പോകുമെന്ന് പറയും. ചിലപ്പോൾ അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. റീസ്റ്റഫ് ചെയ്തും സംഭവിച്ചിട്ടുണ്ട്. ഒക്കെ ആ ഡിപ്പെൻസ് ആണ്. കണ്ടെയ്നറിലൊരു വെയിറ്റ് പറഞ്ഞിട്ടുണ്ട്.